ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ലീ വഴിയാരുമേ ഇതു കാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണം അവള നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അങ്ങേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാരിൽ കൊണ്ടിത്തു രാമബാണം. പാരിതിൽ മലച്ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയാൽ സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാമാശു രാഘവനുപദേശിച്ചു സലക്ഷണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാ പുലർക്കാലേ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സത്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരീന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗതനായി
ഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നും തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെങ്ങിതു രാമബാണം പിന്നാലെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം പുക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൽ അന്നു തുടങ്ങി മാരീചനും. പറ്റലർക്കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നരസിദ്ധ ചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാദ്രാകുലനേത്ര പത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും. ജനക മഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലേഴും ത്രയ്യംബകമാകിന മാഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ. ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ക്ഷോണിപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടുമീ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദപലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനുമീ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം. ആശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും. എത്രയുമാഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ. താടകാവനം പ്രാപിച്ചീടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു
പറഞ്ഞു വിശ്വാമിത്രൻ. താടകാവനത്തിൽ എത്തിയപ്പോൾ വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു: രാഘവ, സത്യപരാക്രമവാരിധേ രാമ, പോകുമാറില്ല ഈ വഴി ആരുമേ ഇതുകാലം. ഇപ്പോൾ കുറച്ചു നാളായിട്ട് ഈ വഴി ആരും നടക്കാറില്ല. കാടിത് കണ്ടായോ നീ? കാമരൂപിണിയായ താടകാ ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ച് ആരും നേർവഴി നടപ്പില്ല. ഈ വഴി ആരും വരാറില്ല. ഭുവനവാസി ജനം, ഈ ഭൂമിയിലുള്ള ഒരാളും ഇപ്പോൾ ഈ കാനലത്തിലൂടെ വഴി നടക്കാറില്ല. അല്ലയോ ഭുവനേശ്വര പോറ്റി. അതുകൊണ്ട് തന്നെ കൊല്ലണം അവളെ നീ വല്ല ജാതിയും. എങ്ങനെയെങ്കിലും അവളെ നീ കൊല്ലണം. ഇനി അവളൊരു സ്ത്രീയാണ് എന്നതുകൊണ്ട് അതിനില്ലൊരു ദോഷം, ഒരു ദോഷവും ഇല്ല. പൊതുവെ സ്ത്രീ ഹത്യ പാപമാണെന്ന് പറയും. പക്ഷേ ഇതുപോലെയുള്ള കാമചാരുണികളായ സ്ത്രീകളെ കൊല്ലുന്നതിൽ യാതൊരു ദോഷവും ഇല്ല എന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറു ഞാണൊലി ചെയ്ത് രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. അപ്പോ താൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് താടകയെ അറിയിക്കാൻ വേണ്ടി തൻ്റെ ആ ഞാണിൻ്റെ ആ വില്ല് ഒന്ന് വലിച്ചു വിട്ടപ്പോൾ തന്നെ എല്ലാ ലോകവും വിറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെറു ഞാണൊലി കേട്ട് കോപിച്ചു നിശാചരി പെരിക വേഗത്തോടും അത്യധികമായ വേഗത്തോട് അടുത്തു ഭക്ഷിപ്പാനായി, ഇവരെ ഭക്ഷിക്കാനായിട്ട്. അപ്പോൾ അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. രാമബാണം കൊണ്ടപ്പോൾ പാരിതിൽ മല ചിറകറ്റു വീണതുപോലെ, അത്രയും ഭീകരമായ വലുപ്പമുള്ള ശരീരത്തോടു കൂടിയവളാണ് താടക. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പാരിതിൽ ഒരു വലിയൊരു മല ചിറകറ്റു വീണതുപോലെ. അപ്പൊ പണ്ടൊക്കെ ഈ മലകൾക്കൊക്കെ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രനാണ് ആ ചിറകൊക്കെ അരിഞ്ഞത് എന്നൊരു കഥ പുരാണങ്ങളിൽ കാണാം. അപ്പൊ ഇങ്ങനെ ചിറക് അരിഞ്ഞാൽ എങ്ങനെയാണോ മല താഴെ വീഴുന്നത്, അതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. എന്നാൽ രാമബാണം ഏറ്റുകഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് സ്വർണ രത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ഇവിടെ യക്ഷി എന്നത് യക്ഷ കിന്നര വിഭാഗമുണ്ട്. ദേവന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗമാണ് യക്ഷന്മാർ. അതിലുള്ള ആ സ്ത്രീകളാണ് യക്ഷികൾ, അതായത് സുന്ദരികളാണ്. ആ സുന്ദരിയായ ഒരു യക്ഷിയുടെ രൂപത്തിലേക്ക്, അതും സ്വർണങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ടൊരു സുന്ദരിയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആ താടകയെ കാണായി വന്നു. ഇതെന്തുകൊണ്ടാണെന്ന് പറയുന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവ അനുജ്ഞയാ. പണ്ട് ഒരു യക്ഷന്റെ മകളായിരുന്നു ഈ താടക. താടകയുടെ ഭർത്താവിനെ അഗസ്ത്യ മഹർഷി ഒരു ശാപം കൊണ്ട് വധിച്ചപ്പോൾ അതിനുള്ള ദേഷ്യം തീർക്കാൻ മഹർഷിയെ പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ആ മഹർഷി താടകയെ ശപിച്ച് ഒരു നിശാചരിയാവട്ടെ എന്ന് ശപിച്ചത്. അപ്പോൾ അങ്ങനെ ആ ശാപമോക്ഷമാണ് ഇപ്പോൾ ഇവിടെ താടകക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാ ശാപമോക്ഷവും കൊടുത്തതിന് ശേഷം തൻ്റെ ലോകത്തിലേക്ക്, അതാണ് ദേവലോകത്തിലേക്ക്, അവിടെയാണ് ഈ യക്ഷന്മാരും കിന്നരന്മാരും ഒക്കെ അവിടെയാണ്, അവിടേക്ക് തിരിച്ചുപോയി. ഇത് കഴിഞ്ഞ് കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവന് ഉപദേശിച്ചു സലക്ഷണം. അപ്പൊ കൗശിക മഹർഷി മുൻപ് ക്ഷത്രിയനായിരുന്നു. അപ്പോൾ ആ ക്ഷത്രിയനായ ആ സമയത്ത് തന്നെ ഒരുപാട്
അസ്ത്രവിദ്യകൾ വരത്തിലൂടെ വര ലാഭമായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, അത് എങ്ങനെ ഉപസംഹരിക്കണം, ഇത്തരത്തിലുള്ള ലക്ഷണത്തോടുകൂടെ മന്ത്ര ഉപദേശത്തോടുകൂടിയാണ് രാഘവന് ഇതിനെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. അവിടെ കാമാശ്രമം എന്നു പേരുള്ള ആ വനത്തിനുള്ളിലെ ആശ്രമത്തിൽ അവരങ്ങനെ വസിച്ചു പോന്നു. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു. രാത്രി കഴിഞ്ഞ് ഉഷസന്ധ്യ, പുലർച്ചെയുള്ള ആ ഉഷസന്ധ്യയ്ക്ക് വന്ദനം ചെയ്തു, നമസ്കാരം ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് യാത്രയും തുടങ്ങിനാർ ആസ്ഥയ. ഒട്ടും താമസിക്കാതെ പുലർക്കാലെ തന്നെ അവർ യാത്ര ചെയ്തു. അങ്ങനെ പുക്കിതു സിദ്ധാശ്രമം. വിശ്വാമിത്ര മഹർഷി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് സിദ്ധാശ്രമം. അവിടെ മറ്റുള്ള മുനിമാരുണ്ട്. അവരൊക്കെ ഇവരെ കണ്ടപ്പോൾ മുനി മുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, മറ്റുള്ള മുനിമാരെയൊക്കെ വന്ദിച്ചു. പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സത്കാരം ചെയ്താർ. ഇവരെ വിധിയാവണ്ണം സത്കരിച്ചു. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. അദ്ദേഹം വിശ്വാമിത്രനോട് പറയുകയാണ്, ഭഗവാൻ, താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമിനി. യാഗം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. താപം കൂടാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രക്ഷിച്ചിടുവൻ എന്ത് ചെയ്തും ഞാൻ ഈ യാഗത്തെ രക്ഷിക്കും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ, ആരാണ് ഈ യാഗം മുടക്കുന്നത് എന്ന് കാട്ടിത്തരികയാണെങ്കിൽ, നഷ്ടമാക്കുവൻ ബാണം കൊണ്ട് ഞാൻ തപോനിധേ. അവരെ എൻ്റെ ബാണം കൊണ്ട് ഞാൻ അവരെ നശിപ്പിക്കാം. ഇത് പറഞ്ഞത് കേട്ട് യാഗവും ദീക്ഷിച്ചിതു കൗശികൻ. അതുകാലം യാഗം തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആഗമിച്ചിതു വന്നു നക്തഞ്ചരന്മാർ പടയോടും. ഒരുപാട് നക്തഞ്ചരന്മാർ, ഒരുപാട് രാക്ഷസന്മാരാണ് അവിടെ വന്നത്. മധ്യാഹ്നകാലെ, ഉച്ച സമയത്ത് മേൽഭാഗത്തിങ്കൽ നിന്നും, ഒരു ആകാശത്ത് നിന്ന്, തത്ര അവിടെ രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. അവർ രക്തം അവിടെ ഇങ്ങനെ ഒഴുക്കുകയാണ് ആ യാഗഭൂമിയിലേക്ക്, അതിനെ മലിനപ്പെടുത്താൻ വേണ്ടിയിട്ട്. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ. അപ്പോൾ തന്നെ ഭഗവാൻ 2 ശരം തൊടുത്തു. മാരീച്ച സുബാഹുവീരന്മാരെ, ഈ മാരീച്ചൻ താടകയുടെ മകനാണ്. ഈ 2 പേരെയും, മാരീച്ചനെയും സുബാഹുവിനെയും അവരുടെ നേർക്ക് പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെ, സുബാഹുവിനെ കൊന്നു. അവനെ 1 ശരം അന്നേരം മാരീച്ചനും, മാത്രമല്ല മാരീച്ചന്റെ നേർക്ക് മറ്റൊരു ശരം അയച്ചു. ഇത് കണ്ട് ഭീതി പൂണ്ടോടിയിടിനാൻ. സുബാഹു അപ്പോൾ തന്നെ മരിച്ചു വീണെങ്കിലും മാരീച്ചൻ ഓടാൻ തുടങ്ങി. ചെന്നിതു രാമബാണം പിന്നാലെ. എന്നാൽ എവിടെയും രക്ഷയില്ല. ഓടുന്ന സ്ഥലത്ത്, പോകുന്ന സ്ഥലത്ത് മുഴുവൻ ഈ രാമബാണം പിന്നാലെ കൂടെ. ഖിന്നനായി ഏറിയൊരു യോജന. ഒരു യോജന എന്നാൽ നമ്മൾ ഒരുപാട് ദൂരമാണ്, നമ്മുടെ കിലോമീറ്ററുകൾ കണക്കിനാണ് പറയുന്നത്. അവൻ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നീട് അർണവം തന്നിൽ, അർണവം സമുദ്രം തന്നിൽ ചെന്നു വീണിതു മാരീചനും. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. എന്നാൽ അവിടെയും ആ അസ്ത്രം ചെന്നു ദഹിപ്പിക്കാനായിട്ട്. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ, ഇനി ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മാരീചൻ എന്നെ രക്ഷിക്കേണം എന്ന് അഭയം പൊക്കിയിടിനാൻ. ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാനാകട്ടെ ഭക്തവത്സലനാണ്. ആരായാലും ശരി, തന്നെ രക്ഷിക്കണമെന്ന് ശരണാഗതി അടഞ്ഞാൽ
ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ അഭയം കൊടുക്കും. അങ്ങനെ മാരീചനും അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മാരീചനും പിന്നീട് ആ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഒരു ഭക്തനായിട്ട് ജീവിക്കാൻ തുടങ്ങി. പറ്റലർക്കുല കാലനാകിയ, പറ്റലർക്കുലം നിശാചരകുലം, ആ കുലത്തിന് കാലനെ പോലെയായ സൗമിത്രിയും ലക്ഷ്മണനും മറ്റുള്ള പടയെല്ലാം, ഇവരുടെ കൂടെ വന്ന മറ്റുള്ള എല്ലാ നിശാചരന്മാരെയും കൊന്നിതു ശരങ്ങളാൽ. ഇതൊക്കെ കണ്ടിട്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ, ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. ഇവരൊക്കെ തന്നെ ആ ആകാശചാരികളായി വന്ന് ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് ഒരുപാട് സ്തുതിച്ചുകൊണ്ടിരുന്നു. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന് അശ്രുപൂർണ ആർദ്രാകുല നേത്ര പത്മങ്ങളോടും, കണ്ണുനീര് വന്നു സന്തോഷാശ്രുക്കളോടെ ആ വിശ്വാമിത്ര മഹർഷിയും അവരെ ആലിംഗനം ചെയ്തു. പിന്നീട് ഉത്സംഗയെ ചേർത്ത് പരമാശീർവാദവും ചെയ്തു. അവരെ നെഞ്ചോട് ചേർത്ത് അവരുടെ നെറ്റിയിൽ മുകർന്നുകൊണ്ട് ആശീർവാദവും ചെയ്തു. അതിനുശേഷം വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. മുമ്പ് വിശപ്പില്ലാതിരിക്കാൻ, വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ ബല അതിബല എന്ന മന്ത്രം കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലൊരു വ്രതനിഷ്ഠയോടുകൂടിയാണ് അവരിത് ഇത്രയും നാൾ കഴിഞ്ഞത്, ഇത്രയും ദിവസം, ഈ ഒരു 2 ദിവസം കഴിഞ്ഞത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവരുടെ ആ ഉദ്ദേശം സാധിച്ചു. വിശ്വാമിത്ര മഹർഷി എന്തിനാണോ അവിടെ കൊണ്ടുവന്നത് അത് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഭക്ഷണം അവർക്ക് കൊടുത്തു. പിന്നീട് 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞ് രസിപ്പിച്ചു കൗശികൻ അവരുമായി. ഓരോ ദിവസങ്ങൾ പല പുരാണങ്ങളൊക്കെ പറഞ്ഞ് 3 ദിവസം ആ സിദ്ധാശ്രമത്തിൽ തന്നെ അവർ വസിച്ചു. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. 4-ാമത്തെ ദിവസമായപ്പോൾ വിശ്വാമിത്ര മുനി പറഞ്ഞു, അരുത് വൃഥാ കാലം കളകെന്നുള്ളതേതും, ഇനിയും വെറുതെ കളയാൻ സമയമില്ല. ചില നിയോഗങ്ങൾ കാത്തിരിപ്പുണ്ട്. ജനക മഹീപതി തന്നെ മഹായജ്ഞം, ജനക മഹാരാജാവിന്റെ ആ കൊട്ടാരത്തിൽ ഒരു മഹായജ്ഞം നടക്കുന്നു. ഇനി വൈകാതെ കാണാൻ പോകാം വത്സന്മാരെ, നമുക്ക് പോകാം, അവിടേക്ക് ഇനി പോകാം. അവിടെ എന്താണ് വിശേഷം? ചൊല്ലെഴും പ്രശസ്തമായ ത്രയംബകമാകിന മാഹേശ്വരവില്ലുണ്ട്. ത്രയംബകം എന്ന് പേരുള്ള മഹേശ്വരന്റെ, ശ്രീ പരമേശ്വരന്റെ പ്രശസ്തമായ വില്ല് അവിടെ വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം. ശ്രീ മഹാദേവന്റെ തന്നെ നിർദ്ദേശത്താൽ എന്ന പോലെയാണ് അതവിടെ വച്ചിരിക്കുന്നത്. പണ്ട് ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതം, ശ്രീ മഹാദേവൻ തന്നെയാണ് മുമ്പ് അത് വെച്ചത്. ഇപ്പോൾ അവിടെ വിദേഹ രാജ്യത്തിരിക്കുന്നു. അവിടെയുള്ള ജനക മഹാരാജാവ് വളരെ ഭക്തിപൂർവം അതിനെ സേവിച്ച് അതിന് അർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ, ഒരു ക്ഷത്രിയനായിട്ടുള്ള ഭഗവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. ആ ധനുസ്, ധനുരത്നം എന്നാണ് പറഞ്ഞത്. അത്രയും വിശിഷ്ടമേറിയ ആ വില്ല് അങ്ങ് അത് കാണണം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു. അവിടെയുള്ള മറ്റ് മുനിമാരോടും വിശ്വാമിത്രൻ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയായി. അങ്ങനെ ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ ഇവരെല്ലാവരും ആ സിദ്ധാശ്രമത്തിൽ നിന്ന് ഇറങ്ങി മിഥില രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം, തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശം ആനന്ദപ്രദം. ഇങ്ങനെ പോകെ
ഗംഗാതീരത്തുള്ള ഗൗതമാശ്രമത്തിൽ എത്തി. തത്ര അവിടെ ശോഭ പൂണ്ടൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു പുണ്യദേശം. നമ്മളൊരു നല്ല ഒരു പുണ്യദേശത്തിലെത്തിയാൽ അത് നമ്മുടെ മനസ്സിനെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ്. നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലത്തെത്തിയാൽ നമുക്കത് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാവും. അതാണ് ക്ഷേത്ര ദർശനങ്ങളുടെയൊക്കെ ഒരു മഹത്വവും. മാത്രമല്ല അവിടെ ദിവ്യ പാദപങ്ങൾ, പാദപം നല്ല വൃക്ഷങ്ങൾ, ഒപ്പം ലത വള്ളിച്ചെടികൾ, കുസുമ ഫലങ്ങൾ നല്ല പൂക്കള്, ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ചെടികൾ, വൃക്ഷങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും സർവമോഹനകരം, നല്ല ഒരു കണ്ണിന് ആനന്ദം കണ്ണിന് ആനന്ദത്തെ തരുന്ന ആ സ്ഥലം. പക്ഷേ ജന്തു സഞ്ചയഹീനം, അവിടെ ഒരു ജന്തുക്കളെയും കാണാനില്ല, ജന്തുക്കളില്ലാത്ത ഒരു സ്ഥലം. ഇത് കണ്ട് കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ ഇപ്രകാരം ചോദിച്ചു: ആശ്രമപദം ഇതം ആർക്കുള്ളൂ? ഇത് ആർക്കാണ്, ആരുടെയാണ് ഈ ആശ്രമം? മനോഹരം ആശ്രയയോഗ്യം, ആർക്കും വന്ന് ആശ്രയിക്കാവുന്ന, ഒരു മനസ്സിന് സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വന്ന് ഇവിടെ ആശ്രയിക്കാമല്ലോ. അങ്ങനെയുള്ള ഈ ഒരു ആശ്രമം നാനാ ജന്തു സംവീതം, എന്നാൽ ജന്തുക്കളെ ഒന്നും കാണാനുമില്ല താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സി മേ എനിക്ക്, എൻ്റെ മനസ്സിന് ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദമുണ്ടായതു. ഇതിൻ്റെ തത്വം, ഇതിന് കാരണമെന്താണെന്ന് എന്തെന്ന് അരുൾ ചെയ്യണം തപോനിധേ. വിശ്വാമിത്ര മഹർഷിയോട് പറയാണ്, എന്തുകൊണ്ടാണ് എനിക്കിവിടെ എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ഈ ഒരു ആഹ്ലാദം, അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരൂ മഹർഷി എന്ന് ഭഗവാൻ പറഞ്ഞു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.